മെർസിഡീസ് ബെൻസ് ഇന്ത്യ കുറച്ച് കാലങ്ങളായിട്ട് ലോഞ്ച് ചെയ്യുന്ന വാഹനങ്ങളെല്ലാം ഹൈ എൻഡ് വാഹനങ്ങളായിരുന്നു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കോടിക്ക് 2 കോടിക്ക് 3 കോടിക്ക് മുകളിലുള്ള വാഹനങ്ങളായിരുന്നു മിക്കവാറും എല്ലാം തന്നെ. അത് നമ്മൾ അതിൻ്റെ ഡ്രൈവ് എല്ലാം എൻജോയ് ചെയ്തു എന്നുള്ള കാര്യം ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരിലേക്ക് എത്താനായിട്ട് കുറച്ച് ദൂരെ ആയിരുന്നു. കാരണം ലാസ്റ്റ് വന്ന ആ ഒരു ലിമോസിൻ, എ ക്ലാസ് ലിമോസിൻ, EQA അതൊക്കെ ആയിരുന്നു വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിനെല്ലാം റീപ്ലേസ് ചെയ്തിട്ട് മെർസിഡീസ് ബെൻസിൻ്റെ ലൈനപ്പിലെ മോസ്റ്റ് ഇൻ്റലിജൻറ്റ് വാഹനം എന്നുള്ള രീതിയിൽ പുതിയ CLA ഇലക്ട്രിക്കിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് കൊണ്ടുവന്നതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു പ്രൗഡ് ഫീൽ എന്താണെന്ന് വെച്ചാൽ ഗ്ലോബലി ഇത് ലോഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ എന്നാൽ കറക്റ്റ് ഒരു വർഷത്തിനുള്ളിൽ ഈ വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിച്ചിരിക്കുകയാണ് മെർസിഡീസ് ഇന്ത്യ. നിങ്ങൾ ഈ കാണുന്ന CLA ഇലക്ട്രിക്കിനെ ഒരു CBU മോഡലായിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് മെർസിഡീസ് കൊണ്ടുവരുന്നത്. പക്ഷേ CBU ആണെങ്കിലും ഒരു CKDയുടെ വിലയാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. മറ്റേ നമ്മുടെ ഈ ടാക്സിൻ്റെ ബെനിഫിറ്റ് ഒന്നും ഇതിൽ ബാധകമാവില്ല. കാരണം അത് CBU ആണെങ്കിലും ഒരു ഇലക്ട്രിക് ആയതുകൊണ്ട് CBU അല്ലെങ്കിൽ ടാക്സ് ബെനിഫിറ്റ് ഉണ്ടാവില്ല. അത് എടുത്തു പറയാനുള്ള ഒരു കാര്യമാണ്. എന്താണെങ്കിലും CBU ആയിട്ട് തന്നെയാണ് വരുന്നത്. അതായത് പുറത്ത് ഗ്ലോബലി കിട്ടുന്ന ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് ഈ വാഹനം വരുന്നത്. അതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയത് ഒരു പക്ഷേ അതിൻ്റെ സസ്പെൻഷൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഉണ്ടാകും. അത് നമ്മൾ ഡ്രൈവിൻ്റെ സമയത്ത് പറയാം. എന്താണെങ്കിലും ഇത് വരുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് മെർസിഡീസ് ബെൻസിൻ്റെ ഏറ്റവും പുതിയ പ്ലാറ്റ്ഫോമാണ്. മെർസിഡീസ് ബെൻസ് മോഡുലാർ ആർക്കിടെക്ചറുള്ള പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോമിൽ ഇനിയും ഏകദേശം ഒരു 40 വാഹനത്തോളം ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ വരുന്നുണ്ടെന്നുള്ള പറയുന്നത്. ഡിഫറെൻറ്റ് സ്റ്റൈലിങ്ങിൽ ഡിഫറെൻറ്റ് രീതിയിൽ വാഹനം വരുന്നുണ്ട്. അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ടാണ് ഈ ഒരു മോഡലിനെ അല്ലെങ്കിൽ CLA ഇലക്ട്രിക്കിനെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത് മെർസിഡീസ് ബെൻസ്. സോ ഡിസൈൻ നമ്മൾ സാധാരണ മെർസിഡീസിൻ്റെ ഇലക്ട്രിക് വാഹനങ്ങളിൽ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് വരുന്നത്. നമ്മൾ എനിക്ക് തോന്നുന്നത് മെർസിഡീസിൻ്റെ പല ഇലക്ട്രിക് കാർസും കാണുമ്പോൾ അതിനകത്തൊരു ഡിസൈനിലൊരു പല അഭിപ്രായങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട്. അത് നോർമൽ IC എഞ്ചിനിൽ നിന്നും ഭയങ്കര വ്യത്യാസപ്പെടുത്തിയാണ് വരുന്നത്. ഇപ്പം ഒരു BMW എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഏത് മാനുഫാക്ചർ എടുത്താലും IC എഞ്ചിനുമായിട്ട് ഭയങ്കരമായി അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഡിസൈനിൽ ഒരു സിമിലാരിറ്റിയൊക്കെ സാധാരണ കൊണ്ടുവരുന്നുണ്ട്. മെർസിഡീസ് ആദ്യമേ ഒരു EQS സെഡാൻ ഇറങ്ങിയ സമയത്ത് തന്നെ അതിൽ നിന്നും ICയിൽ നിന്നും ഭയങ്കര വ്യത്യാസപ്പെടുത്തിയാണ് ഇലക്ട്രിക് കാർസ് വന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഡിസൈനിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി ആ ഒരു പുതിയ ഡിസൈൻ തീമിലേക്ക് ആണ് ഇപ്പോൾ CLA ഇലക്ട്രിക് കൊണ്ടുവരുന്ന. ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഫ്രണ്ട് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. സെൻട്രലിൽ തന്നെ വലിയൊരു മെർസിഡീസ് ബെൻസിൻ്റെ 3 പോയിൻറ്റ് സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ലിറ്റപ്പ് ചെയ്ത രീതിയിലാണ് വരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത് രാത്രിയാണ്. രാത്രി നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ലൈറ്റ്സ് ആണ്. ഈ ഒരു ഗ്രില്ല് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്. ഗ്രില്ല് തന്നെ പറയാൻ പറ്റില്ല, കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്. ആ ക്ലോസ്ഡ് ആയതിൻ്റെ റീസൺ എയറോഡൈനാമിക്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അത് നമുക്ക് പിന്നെ അതിലേക്ക് വരാം. എന്താണെങ്കിൽ ഈ ഒരു ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്. അതുപോലെ തന്നെ ഈ 3 പോയിൻറ്റ് സ്റ്റാറിൻ്റെ ഇവിടെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചുറ്റും ഈ കാണുന്ന 3 പോയിൻറ്റ് സ്റ്റാർ ചെറിയ സ്റ്റാർസ് എല്ലാം 3 പോയിൻറ്റ് സ്റ്റാർസ് എല്ലാം തന്നെ ഇലൂമിനേറ്റഡ് ആണ്. 142 ലൈറ്റ്സ് ഉണ്ടെന്നാണ് മെർസിഡീസ് പറയുന്നത്. സോ അതെല്ലാം രാത്രി കത്തും. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു വേറെ രീതിയിലാണ് ഈ ലൈറ്റ്സ് കത്തുന്നത്. അതിൻ്റെ ഇലൂമിനേഷൻ വേറെ രീതിയിലാണ്. അതുപോലെ തന്നെ ചാർജ് ചെയ്യുന്ന സമയത്ത് വേറെ രീതിയിലാണ്. സോ ഡിഫറെൻറ്റ് ഒരു കോൺഫിഗറേഷനിലാണ് ഈ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫുൾ ലെങ്ത്തിൽ എൻഡ് ടു എൻഡ് നമുക്കൊരു കണക്റ്റഡ് LED സ്ട്രിപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഒരു ഡേ ടൈം റണ്ണിങ് ലൈറ്റ് പോലെ നിൽക്കും. അതുപോലെ തന്നെ സെൻറ്ററിൽ ഹെഡ്ലൈറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ ഒരു 3 പോയിൻറ്റ് സ്റ്റാറിൻ്റെ രീതിയിലുള്ളൊരു DRലും വന്നിട്ടുണ്ട്. ബമ്പർ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടാണ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് തന്നെ നമുക്കൊരു എയർ കർട്ടൻ ലഭിക്കുന്നുണ്ട്. അതും എയറോഡൈനാമിക്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. സോ എയറോഡൈനാമിക്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ് കുറയ്ക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിൽ ഒരെണ്ണം ഈ ഒരു എയർ കർട്ടൻ കൊടുത്തിരിക്കുകയാണ്. സോ അതുകൊണ്ട് കോഎഫിഷ്യൻ്റ് ഡ്രാഗ് വളരെ കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് റേഞ്ചും കൂടുതൽ കിട്ടും. സോ ഇതിൽ ഫ്രണ്ടിൽ കംപ്ലീറ്റ് ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞാലും ഇതിനകത്ത് ഒരുപാട് ടെക്ക് ഇൻവോൾവ് ആയിട്ടുണ്ട്. ഇതിൽ ഏകദേശം 12 ഡിഫറെൻറ്റ് അൾട്രാസോണിക് സെൻസേഴ്സ് വന്നിട്ടുണ്ട്. ഈ ഒരു ഫ്രണ്ടിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 12 ഡിഫറെൻറ്റ് അൾട്രാസോണിക് സെൻസേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 4 കോർണറിലായിട്ട് നമുക്ക് 4 കോർണർ റഡാർസ് നൽകിയിട്ടുണ്ട്. മിഡ് റഡാർ നൽകിയിട്ടുണ്ട്. മിഡിലിൽ തന്നെ റഡാർ ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടാണ് അഡാസ് പോലും വർക്ക് ചെയ്യുന്നത്. സോ എവറി മൈന്യൂട്ട് കാര്യങ്ങൾ പോലും റോഡിലുള്ളത് സെൻസ് ചെയ്യാനായിട്ടുള്ള പവർ ഈ വാഹനത്തിന് ഉണ്ടോയെന്ന് എടുത്ത് പറയണം. അതുപോലെ തന്നെ ഫ്രണ്ടിലും നമുക്കൊരു ക്യാമറ, അതിൻ്റെ മുകളിൽ തന്നെ ഒരു ക്യാമറയും ലഭിക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ. സോ ഒരു ഇൻ്റലിജൻറ്റ് വാഹനമാണ് എന്ന് പറയുന്നത് വെറുതെ ആവില്ല എന്നുള്ളൊരു കാര്യം സ്റ്റാർട്ടിങ് തന്നെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ കമ്പ്യൂട്ടറാണ്. പക്ഷേ ഇതൊന്നും വലിയ കാര്യമായിട്ട് നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. സൈഡ് പ്രൊഫൈൽ കാണുമ്പോഴാണ് അതിൻ്റെ പേരുമായിട്ട് നമുക്ക് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. CLA ഇലക്ട്രിക് വേരിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ടോട്ടലി പുതിയതാണ്. നമുക്ക് യാതൊരു പരിചയവുമില്ലാത്ത രീതിയിലുള്ള പുതിയ ഡിസൈനിലാണ് ഫ്രണ്ട് വന്നിരിക്കുന്നത്. പക്ഷേ സൈഡിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് പഴയ CLAയുടെ ഒരു ഡിസൈൻ ആസ്പെക്റ്റ് നമുക്ക് വരുന്നത്. പഴയ CLAയും ഇതുപോലെ തന്നെ വളരെ
ഒരു ഭംഗിയായിട്ടൊരു കൂപ്പെ ലൈക്ക് ഫീലാണ് വന്നിരുന്നത്. CLAയുടെ ഡിസൈൻ ഒരുപാട് പേർക്ക് ഇഷ്ടമായിരുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടമായിരുന്നു ആ ഒരു ഡിസൈൻ. ആ ഒരു ഫ്രെയിംലെസ് ഡോറൊക്കെ ആയിട്ട് വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതായിരുന്നു CLA നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ CLA കുറച്ചും കൂടി വലിപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഡിസൈൻ അത് തന്നെയാണെങ്കിൽ ലെങ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 4723 മില്ലിമീറ്റർ ലെങ്ത്തും വീൽ ബേസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2790 മില്ലിമീറ്ററുമാണ് വരുന്നത്. സോ ഏകദേശം 4.7 മീറ്റേഴ്സ് ആയിരിക്കും ഇതിൻ്റെ ലെങ്ത് വരുന്നത്. സോ ആ ഒരു ലെങ്ത്തിലുള്ള വ്യത്യാസം പഴയ CLAയിട്ട് നോക്കുകയാണെങ്കിൽ പോലും ഉണ്ടാവും. പക്ഷേ ഡിസൈൻ തീം ആബ്സല്യൂട്ട്ലി ആ ഒരു CLA ഫീൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീൽസ് വരുന്നത് 18-inch വീൽസാണ് വരുന്നത്. AMG വീൽസാണ്. AMG ലൈനിലാണ് ഇത് വന്നിരിക്കുന്നത്. AMG വീൽസാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽസ് ആണെങ്കിലും ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ എയറോഡൈനാമിക്സിനെ ഹെൽപ്പ് ചെയ്യണം. ഒന്ന് ഇതിൻ്റെ ഡിസൈൻ എയറോഡൈനാമിക്സിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഫ്രണ്ടിൽ കംപ്ലീറ്റ് ക്ലോസ്ഡ് വരുന്നത് തന്നെ അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ് കുറയ്ക്കാനായിട്ട് 0.21 ഉള്ളൂ ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ്. അത് തന്നെ ഒരുപാട് ചെറിയ ചെറിയ ആസ്പെക്ട്സിൽ ആ ഒരു CD കുറയ്ക്കാനായിട്ട് മെർസിഡീസ് ശ്രമിച്ചിട്ടുണ്ട്. അതുവഴി നമുക്ക് ഒരുപാട് എഫിഷ്യൻസി കൂടുതൽ കിട്ടും, റേഞ്ച് കൂടുതൽ കിട്ടും. അതാണ് അതിൻ്റെ കാര്യം. അതുപോലെ തന്നെ ഇതിൻ്റെ ORVMൻ്റെ ഡിസൈൻ ആ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ഞാൻ പറഞ്ഞ പോലെ ആ രീതിയിൽ വന്നിരിക്കുന്നത്. അത് സെൻസറാണ്. നമ്മൾ കൈ പിടിച്ചു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് തള്ളി വരും. സോ അത് ഈ ഒരു CD കുറയ്ക്കാനായിട്ട് അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് ഈ ഒരു സൈഡ് പ്രൊഫൈൽ നമുക്ക് വരുന്നത്. ഡെഫിനറ്റ്ലി ഇതിൻ്റെ ബാക്കിൽ ആ ഒരു കൂപ്പെ ഫീൽ ആയതുകൊണ്ട് തന്നെ ഗ്ലാസ് ഏരിയ കുറഞ്ഞാണ് വരുന്നത്. റിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിൻ്റെ ഇൻറ്റീരിയർ നോക്കുമ്പോഴും നമുക്ക് ആ ഒരു സ്പേസ് കൺസ്ട്രെയിൻറ്റ് അല്ലെങ്കിൽ സ്പേസ് കുറച്ച് കുറവുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് ബാക്ക് സീറ്റ്. പക്ഷേ ഫ്രണ്ടിൽ കണ്ടിട്ട് അത് പ്രോപ്പറായിട്ട് തന്നെയുണ്ട്. റിയറിലേക്ക് വന്നു കഴിയുമ്പോഴും നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് നമ്മുടെ ഒരു ഫീലിലേക്ക് വരുന്നുണ്ട്. ആ കൂപ്പെ ഡിസൈൻ കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നോക്കിയാൽ ആ ഒരു ടച്ച് നമുക്ക് ഈ ഭാഗത്ത് ലഭിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് എടുത്തു പറയേണ്ടത് ഇതിനകത്ത് CBU ആണ് വരുന്നത് എന്ന് ഞാൻ പറഞ്ഞു. CBU ആയതുകൊണ്ട് നമ്മൾ പുറത്തെ വാഹനങ്ങൾ കുറച്ചും കൂടി ഒരു ലോ ഫീലിലാണ് വരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അത് കുറച്ചും കൂടി ഗ്രൗണ്ട് ക്ലിയറൻസ് ബെറ്റർ ആക്കിയിട്ട് വരുന്നുണ്ട് ഇന്ത്യൻ കണ്ടീഷന് വേണ്ടിയിട്ട്. സോ CBU ആയിട്ട് വന്നാൽ പോലും അതിൻ്റെ സസ്പെൻഷൻ കുറച്ചും കൂടി ഇന്ത്യൻ കണ്ടീഷൻസിന് വേണ്ടി ട്യൂൺ ചെയ്തിട്ടാണ് ഈ ഒരു സസ്പെൻഷൻ കൊണ്ടുവരുന്നത്. ഇന്ത്യക്ക് വേണ്ടി ആ ഒരു സസ്പെൻഷനിലുള്ള ചെറിയ മാറ്റം വരുത്തിയിട്ടാണ് മെർസിഡീസ് ബെൻസ് ഇന്ത്യ ഈ വാഹനം നമുക്ക് നൽകുന്നത്. ഫ്രണ്ട് ഡിസൈനായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് റിയറിലും ആ ഡിസൈൻ വന്നിരിക്കുന്നത്. അത് ഫുൾ ലെങ്ത് നമുക്ക് കണക്റ്റഡ് ടെയിൽ ലാമ്പ് പോകുന്നുണ്ട്. അതുപോലെ ടെയിൽ ലാമ്പിൽ തന്നെ രണ്ട് സൈഡിലും നമുക്ക് ആ ഒരു 3.8 സ്റ്റാറിൻ്റെ LED ലൈറ്റ്സ് വന്നിട്ടുണ്ട്. LED ഫ്രണ്ടിൽ നമ്മൾ കണ്ടതാണ്. സോ കംപ്ലീറ്റ് ആ ഒരു ലൈറ്റ് നമുക്ക് ബാക്കിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ ബമ്പർ ഡിസൈൻ ആണെങ്കിലും വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ആ ഒരു പ്ലെയിൻ ആയിട്ട് ഡിസൈൻ വന്നതിൻ്റെ റീസൺ ആ ഒരു എയർഡൈനാമിക്സിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ്. അതുപോലെ തന്നെ താഴെ നമുക്ക് ഡിഫ്യൂസറും നൽകിയിട്ടുണ്ട്. സോ ആ ഒരു ഡിഫ്യൂസറും ആ ഒരു ഡിസൈനും എല്ലാം വന്നപ്പോൾ എയർഡൈനാമിക്സിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. സോ ഓവറോൾ ഡിസൈനിൽ നമുക്ക് ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ് കുറയ്ക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഈവൻ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വളരെയധികം ശ്രദ്ധിച്ചാണ് വന്നിരിക്കുന്നത്. അതുവഴി നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ് കുറയ്ക്കാൻ പറ്റും, എയറോഡൈനാമിക്സിനെ ബെറ്റർ ആക്കാൻ പറ്റും, റേഞ്ച് കൂട്ടാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലക്ട്രിക് വാഹനമാണ്, ബൂട്ട് സ്പേസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു കൂപ്പെ ഡിസൈനാണ്, ഒരു സെഡാനാണ്. അതുകൊണ്ട് തന്നെ ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിൽ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും. 405 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ എടുത്ത് അതിൻ്റെ ബാക്കിൽ അല്ലെങ്കിൽ റിയറിലെ ലഗേജ് സ്പേസ് എന്ന് പറയാൻ കാര്യം ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട്. സോ റിയറിലെ ബൂട്ട് സ്പേസ് കൂടാതെ നമുക്ക് ഫ്രണ്ട് സ്പേസും കിട്ടുന്നുണ്ട്. ഈ ഫ്രണ്ട് സ്പേസ് വരുന്നത് ഏകദേശം 101 ലിറ്ററിൻ്റെ ഫ്രണ്ട് സ്പേസ് ആണ്. ഹ്യൂജ് ഫ്രണ്ട് സ്പേസ്. എനിക്കാണ് ഇത്രയും വലിയൊരു ഫ്രണ്ട് സ്പേസ് ഞാൻ കണ്ടിട്ടില്ല. മെർസിഡീസും പറയുന്നതനുസരിച്ച് 90 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു മെർസിഡീസിൻ്റെ വാഹനത്തിൽ ഒരു ഫ്രണ്ട് സ്പേസ് വന്നിരിക്കുന്നതാണ് പറയുന്നത്. സോ ആഫ്റ്റർ 90 ഇയേഴ്സ് മെർസിഡീസ് ബെൻസ് ഒരു വാഹനത്തിൽ ഒരു ഫ്രണ്ട് സ്പേസ് കൊടുത്ത്, അതും 101 ലിറ്റർ. സോ ഫ്രണ്ടിലും ബാക്കിലും കൂടി ഏകദേശം 506 ലിറ്റേഴ്സിൻ്റെ സ്പേസ് ഉണ്ട്, ലഗേജ് സ്പേസ് ഉണ്ട്. സോ എക്സ്റ്റീരിയർ ഡിസൈൻ നമ്മൾ കണ്ടു. ഇതങ്ങ് അടച്ചേക്കട്ടെ. ഇനി പറയേണ്ടത് ഇതിൻ്റെ കളേഴ്സിൻ്റെ കാര്യമാണ്. ഒരുപാട് ഇമ്പോർട്ടൻസ് ആണ് CLA ഇലക്ട്രിക്കിന് ഇന്ത്യൻ മാർക്കറ്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ മെർസിഡീസ് തന്നെ കൊടുക്കുന്നത്. പറയാനൊരു കാര്യം, എൻട്രി ലെവൽ മോഡലിൽ തന്നെ ആദ്യമായിട്ടാണ് മാനുഫാക്ചർ കളേഴ്സ് നൽകുന്നത്. അതായത് നമുക്ക് ഗ്രേ കളറും അതുപോലെ തന്നെ റെഡ് കളറും മാനുഫാക്ചർ കളേഴ്സ് ആയിട്ടാണ് വരുന്നത്. അത് കൂടാതെ ഒരു 3 കളേഴ്സ് ഉണ്ട്. സോ ടോട്ടൽ 5 കളേഴ്സ് ഉണ്ട്. സോ മാനുഫാക്ചർ കൂടാതെയുള്ള കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ബ്ലൂ കളറാണ്. ഈ ബ്ലൂ കളർ, അതുപോലെ തന്നെ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക്, ഇങ്ങനെ 5 ഡിഫറെൻറ്റ് കളേഴ്സിലായിരിക്കും നമുക്ക് CLA ഇലക്ട്രിക് കിട്ടുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് ഇതിൻ്റെ ഇൻറ്റീരിയറാണ്. ഇൻറ്റീരിയറിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയുന്നത് ഇത് ടെക് ഫീൽഡാണ്. ഒരുപാട് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ 4 ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ടെക്ക് കൊണ്ട് നിറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മെർസിഡീസ് ഇതിനെ മോസ്റ്റ് ഇൻ്റലിജൻറ്റ് മെർസിഡീസ് കാർ എവർ എന്ന് തന്നെ വിളിക്കുന്നത്. ഇതതിൻ്റെ കീ ആണ്. കീ ഭയങ്കര രസമായിട്ടുണ്ട്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന മെർസിഡീസിൻ്റെ
പകുതി പോലും ഇല്ല എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ കീ സാധാരണ മാനുഫാക്ചേഴ്സ് എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ വലിയ കീ ഒക്കെ വയ്ക്കും, പക്ഷേ ഇത് വളരെ ക്യൂട്ടായിട്ട് വളരെ ചെറിയൊരു കീ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് അത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അതുപോലെ തന്നെ CLAക്ക് പണ്ടും ഉണ്ടായിരുന്ന ആ ഒരു ഫ്രെയിംലെസ് ഡോറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അത് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. പക്ഷേ കയറാനും ഇറങ്ങാനും ഒരല്പം ബുദ്ധിമുട്ട് വന്നേക്കാം. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ ഡിസൈൻ. പക്ഷേ ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. ഇരുന്ന് കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റിംഗ് പൊസിഷനാണ് CLA ഇലക്ട്രിക് നൽകുന്നത്. ഇരുന്ന് കഴിഞ്ഞാൽ വളരെ പ്രോപ്പർ അല്ലെങ്കിൽ നല്ല ഫീലുള്ളൊരു ഇൻറ്റീരിയർ ആണ് CLA ഇലക്ട്രിക്കിൻ്റെ മെർസിഡീസ് നൽകുന്നത്. സീറ്റ്സ് ആർ വെരി കംഫർട്ടബിൾ. വളരെ സ്പോട്ടിയർ ആയിട്ടുള്ളൊരു സീറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ തൈ സപ്പോർട്ട് എല്ലാം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വന്നിരിക്കുന്നു. അതുപോലെ ആൽക്കൻഡാര ലെതറും അതുപോലെ ആ ഒരു ഫാബ്രിക്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള രീതിയിൽ വരുന്നു. സീറ്റ്സ് ആർ വെരി സ്പോട്ടി. നല്ല സ്പോട്ടി ഫീലുണ്ട്. സ്റ്റിയറിംഗ് ഫീൽസ് ഗുഡ്. ഒരു ലെതർ റാപ്പ് സ്റ്റിയറിംഗ് ആണ്. സ്റ്റിച്ചിങ് എല്ലാം റെഡ് കളർ വന്നിട്ടുണ്ട്. ഒരു നമ്മൾ മെർസിഡീസിൽ സാധാരണ AMG വേർഷനിലെല്ലാം കാണുന്ന ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സെലക്ഷൻ വരുന്നത് ഇതിൻ്റെ ആ ഒരു സ്റ്റോക്കിലാണ് ഇതിൻ്റെ സെലക്ഷൻ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റാർട്ടും സ്റ്റോപ്പും നോർമൽ കേസിൽ നമുക്കൊരു ബട്ടണാണ് കൊടുക്കുന്നത്. ഇത് ഈ ഒരു സ്റ്റോക്കിൽ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് സ്റ്റോക്കിൽ തന്നെയാണ് ആ പാക്കിൻ്റെ കൂടെ തന്നെയാണ് അതിൻ്റെ ആ ഒരു ഇഗ്നിഷൻ ഓൺ ചെയ്യുന്ന ആ ഒരു ബട്ടണും വന്നിരിക്കുന്നത്. സോ സ്ക്രീൻ ലുക്സ് പ്രോപ്പർ. വെറുതെ ലുക്സ് പ്രോപ്പർ എന്ന് പറഞ്ഞാൽ പോലെ ഇവിടെ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ അറ്റൻഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ള ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാമറ എല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പം അത് എപ്പോഴും നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ആ ക്യാമറ ഇവിടെയാണ്. സാധാരണ മുകളിലാണ് കൊടുക്കാറ്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് സ്ക്രീനിൻ്റെ അവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 14 ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും 10.25 ഇഞ്ചിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് കൊടുത്തത്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ലുക്സ് നോർമൽ. പക്ഷേ ഈ ഒരു ഭാഗത്ത് നമ്മൾ 14 ഇഞ്ചിൽ കിട്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇതിനകത്ത് NVIDIAയുടെ ഒരു ചിപ്പാണ് കൊടുത്തിരിക്കുന്നത്. ആ ചിപ്പിൽ ഓപ്പറേഷൻസ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ചിപ്പിൽ ഏകദേശം 508 ട്രില്യൺ ഓപ്പറേഷൻസ് പെർ സെക്കൻഡാണ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റെസ്പോൺസ് ഇസ് ബ്രില്യൻറ്റ്. എങ്ങനെ ഇതിനകത്ത് ചെയ്താൽ ഞാൻ പല വാഹനങ്ങളിലും ഞാൻ പല കാര്യങ്ങളും ശ്രമിച്ചിട്ടുണ്ട്. അതിലൊന്നും വർക്ക് ചെയ്യാത്തൊരു കാര്യം ഇതിനകത്ത് വന്നു. അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഹലോ മെർസിഡീസ്, How may I help you? ടേക്ക് മീ ടു ഹയറ്റ് റീജൻസി കൊച്ചിൻ. I have found multiple results. Where do you want to go? Hyatt Regency Kochi. I will show you the way. Please proceed to the highlighted route. സോ ഇത്രയും റെസ്പോൺസീവായിട്ട് വന്നത് വളരെ ഇമ്പ്രസീവാണ്. കാരണം സാധാരണഗതിയിൽ അത് വർക്ക് ചെയ്യില്ല. നമ്മൾ കൈ കൊണ്ടൊക്കെ ചെയ്യണം. ഇതിനകത്ത് ഗൂഗിൾ മാപ്സ് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത്രയും ഒരു ടൈം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ചാർജിങ് പോയിൻറ്റ്സ് നമുക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൂട്ട്സിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ചാർജ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ എത്ര ചാർജ് വേണം എന്നതിനകത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് റൂട്ട്സിൽ തന്നെ യെസ്. Please proceed to the highlighted route. അപ്പോൾ എത്ര ചാർജ് വേണം അവിടെ ചെല്ലുമ്പോൾ. കറക്റ്റ്. അപ്പോൾ ഞാൻ 50% ചാർജ് എനിക്ക് നാട്ടിലെത്തുമ്പോൾ, ഞാനിപ്പോൾ ബാംഗ്ലൂരാണുള്ളത്, നാട്ടിലെത്തുമ്പോൾ വേണമെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 50% ചാർജ് വേണമെങ്കിൽ പോണ വഴിക്ക് ഒരു ചാർജിങ് സ്റ്റേഷനിൽ നമ്മൾ ചാർജ് ചെയ്യണം. അതുപോലും ആ ചാർജിങ് സ്റ്റേഷൻ എവിടെയാണെന്നും എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഈ മാപ്പ് നമുക്ക് തരും. സോ ബ്രില്യൻ്റ്ലി കോൺഫിഗേർഡ് എന്ന് തന്നെ പറയേണ്ടി വരും. സോ എല്ലാം വളരെ റെസ്പോൺസീവാണ്. ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് ഈ ചിപ്പ് കൊടുത്തിരിക്കുന്നുണ്ട്. ഇതിനകത്ത് ഗെയിമിംഗ് ആപ്സ് എല്ലാം അതുണ്ട്. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഓക്കെ, ഈ ചിപ്പ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഗെയിമിംഗ് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ചിപ്പ് തന്നെ ഗെയിമിംഗ് ആപ്പിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഗെയിമിംഗ് സിസ്റ്റത്തിലെല്ലാം ഉപയോഗിക്കുന്ന ചിപ്പാണ്. അതുകൊണ്ട് ഇതിനകത്ത് 2-3 ഗെയിംസ് എല്ലാം ഉണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് കളിക്കാം. ഇതിനകത്ത് കുട്ടികളെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് ഇതിനകത്ത് നമുക്ക് ഗെയിം കളിക്കുമ്പോൾ അതിനകത്ത് ജോയ്സ്റ്റിക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റും. സോ അങ്ങനെയുള്ള കുറേ എൻ്റർടൈൻമെൻറ്റ്, അല്ലെങ്കിൽ ഇപ്പം മെർസിഡീസ് വിളിക്കുന്ന പോലെ തന്നെ ദ മോസ്റ്റ് ബ്രില്യൻറ്റ് മെർസിഡീസ് ബെൻസ് ദേ ഹാവ് എവർ മെയ്ഡ് എന്നുള്ള കാര്യം ശരിക്കും സത്യം തന്നെയാണ്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇതിനകത്ത് 4 കമ്പ്യൂട്ടേഴ്സ് വരുന്നുണ്ട്. ഇത് 4 കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ നമ്മുടെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നൊന്ന് ഇതിൻ്റെ ചാർജിങ്ങും ഡ്രൈവിങ്ങും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റൊരു കമ്പ്യൂട്ടർ വരുന്നത് ഇതിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, ഈ ഒരു സിസ്റ്റം കൺട്രോൾ ചെയ്യാനായിട്ടുള്ളൊരു കമ്പ്യൂട്ടർ. ഇത് കൂടാതെ അഡാസ് കൺട്രോൾ ചെയ്യാനുള്ള സിസ്റ്റം. ഇങ്ങനെ 4 ഡിഫറെൻറ്റ് കമ്പ്യൂട്ടറാണ് ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. സോ ഇത്രയൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. ഒട്ടും കൺഫ്യൂസ്ഡ് ആവേണ്ട. വളരെ നീറ്റ്,
വളരെ ക്ലീൻ, വളരെ ഈസി ടു യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കമ്പ്യൂട്ടർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കമ്പ്യൂട്ടർ ഇതിനകത്താണ്, നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. പക്ഷെ നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. വളരെ ക്ലീൻ, വളരെ നീറ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരുപാട് കൺഫ്യൂഷൻ വരുത്തുന്ന സ്വിച്ചുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം ഇൻ്റർഫേസ് ആയിട്ട് അല്ലെങ്കിൽ എല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. സോ ഇനി നമുക്ക് നോർമലായിട്ട് നമ്മൾ കാണുന്ന പോലെ ഇതിൻ്റെ AC-യുടെ വെൻറ്റ്, അത് നമുക്ക് കൺട്രോൾസ് പോലും 3 സ്റ്റെപ്പിലാണ് വരുന്നത്. അതുപോലെ തന്നെ മൂവ്മെൻറ്റ്സ് എല്ലാം വളരെ കൺട്രോൾഡ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ AC-യുടെ വെൻറ്റ്, 2 സൈഡിലുള്ള AC-യുടെ വെൻറ്റ്, അതും ഈ പറയുന്ന പോലെ ഇലുമിനേറ്റഡ് ആണ്. 64 ആംബിയൻ ലൈറ്റിങ് കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. ആംബിയൻ ലൈറ്റിങ്ങിൻ്റെ കൂടെ രാത്രി കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഇപ്പോഴാണെങ്കിലും ആ ഒരു ടർബൈൻ ലൈറ്റ് നമ്മൾ മെർസിഡീസിൻ്റെ വാഹനങ്ങൾ നേരത്തെ തൊട്ട് കാണുന്നതാണ്. എന്നാൽ അതിൻ്റെ കുറച്ചൊരു അപ്ഡേറ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടെ അതിനെ ഭംഗിയാക്കിയാണ് ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത്. സോ ഓവറോൾ നോക്കുമ്പോൾ ഒരു ക്ലീൻ നീറ്റ് ഫീലുണ്ട്. സെൻറ്റർ കൺസോളിൽ നമുക്ക് കപ്പ് ഹോൾഡർ കാര്യങ്ങളുണ്ട്, വയർലെസ് ചാർജറും കിട്ടുന്നുണ്ട്. ബാക്കി കൺട്രോൾസ് എല്ലാം ഈ ഒരു ഭാഗത്ത് നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സും അതുപോലെ ഈ ഡ്രൈവ് സെലക്ട് അല്ലെങ്കിൽ ഡൈനാമിക് ഡ്രൈവ് മോഡ് സെലക്റ്റും കാര്യങ്ങളും എല്ലാം സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഈ ഒരു ടെക്സ്റ്റ് ലൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. സൈഡിലാണെങ്കിലും ആ ഒരു ലൈനിങ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പുതിയ രീതിയിൽ പുതിയ ഡിസൈനിലാണ് ഈ സീറ്റിൻ്റെ കൺട്രോൾസ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റിൻ്റെ കൺട്രോൾസ് എല്ലാം വന്നിരിക്കുന്നത്. സോ പിന്നെ ഒരു കാര്യമുള്ളതിൻ്റെ പവർ വിൻഡോ സ്വിച്ചാണ്. ഇവിടെ സാധാരണഗതിയിൽ 4 പവർ വിൻഡോ സ്വിച്ച് വരും, അതിന് പകരം ഇപ്പോൾ 2 ഉള്ളൂ. ആ ഒരു നോർമൽ രീതിയിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ 2 ഫ്രണ്ട് 2. അതുപോലെ തന്നെ ഇവിടെ റിയറിലെ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിയറിലെ വിൻഡോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ റിയറിലെ സ്വിച്ചിന് വേണ്ടിയിട്ട് വേറെ സ്പേസ് കളഞ്ഞിട്ടില്ല. ആ ഒരു ഒറ്റ സ്വിച്ചിൽ നമുക്ക് ആ ഒരു 2 സ്വിച്ച് തന്നെ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നത്. മെർസിഡീസ് പറയുന്നത് പോലെ തന്നെ ടെക്നിക്കലി അല്ലെങ്കിൽ ടെക് ഭയങ്കരമായിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് തന്നെ പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതിൻ്റെ ഇൻ്റലിജൻ്റ് മാത്രമല്ല, വളരെ ഭംഗിയായിട്ടും വളരെ ഈസി ടു യൂസ് എന്നുള്ള രീതിയിലും വന്നിട്ടുണ്ട്. സീറ്റിംഗ് ഞാൻ പറഞ്ഞ പോലെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റിംഗ് പൊസിഷനാണ്. ഫുൾ ഒരു സൺറൂഫ് നൽകിയിട്ടുണ്ട്. അത് തുറന്നാണ്. ഇതിനകത്ത് വേറെ കവറോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇത് നമ്മൾ ഇപ്പോഴത്തെ മിക്ക വാഹനങ്ങളും കാണുന്നത് തന്നെയാണ്. അതിൻ്റെ വലിയൊരു ഹീറ്റ് ഇങ്ങോട്ട് വരുന്നില്ല. പക്ഷേ ഈ പറയുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ, കോഎഫിഷ്യന്റ് ഓഫ് ഡ്രാഗ് കൺട്രോൾ ചെയ്യാനായിട്ട്, എയറോഡൈനാമിക്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് കിടന്നാൽ കുറച്ച് റേഞ്ചിൽ വ്യത്യാസം വരില്ലേ എന്നൊരു തോന്നൽ വരാം ഹീറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ AC വർക്ക് ചെയ്യുമ്പോഴൊക്കെ. അത് എനിക്കൊന്ന് ഈ ഒരു ഷേപ്പ് കാരണമാണ് അതിനൊരു കവർ വെക്കാൻ പറ്റാത്തത്. പക്ഷേ ആ ഹീറ്റ് കൺട്രോൾഡ് ആണ്. ഇപ്പോഴാണെങ്കിലും നമ്മളൊരു സൂര്യൻ്റെ അടിയിലാണ് നിൽക്കുന്ന, നല്ല ചൂടുണ്ട്. എന്നാൽ പോലും ഒരുപാട് ഹീറ്റ് അകത്തേക്ക് വരുന്നില്ല. ബട്ട് ആ ഒരു ഭംഗിക്ക് വേണ്ടിയായിരിക്കും. ഇനി ആക്സസറി ആയിട്ടൊരു കവർ വരുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഇതാണ് ഫ്രണ്ടിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇൻ എവറി പോസിബിൾ വേ ഭയങ്കര ഇപ്പോഴത്തെ കാലഘട്ടത്തിന് വേണ്ട രീതിയിൽ തന്നെയാണ് ഈ വാഹനം, ഇതിൻ്റെ ഓരോ കാര്യങ്ങളെയും മെർസിഡീസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ബാക്ക് സീറ്റ് കാണണം, അതിൽ നമുക്ക് പല അഭിപ്രായങ്ങൾ വരാം. CLAയുടെ ബാക്ക് സീറ്റ് നമുക്ക് എപ്പോഴും അറിയാം അത്ര ഭയങ്കര ഒരു സ്പേഷ്യസ് അങ്ങനെ ഉള്ളൊരു വാഹനമല്ല. ഒന്ന് അതിൻ്റെ ഒരു ഡിസൈനിൻ്റെ ഒന്ന്, പിന്നെ ഫ്രണ്ടിൽ 2 പേര് നല്ല സുഖമായിട്ട് ഫ്രണ്ടിൽ നിന്ന് ഡ്രൈവ് ചെയ്യാൻ കുറച്ചുകൂടെ സ്പോട്ടിയ ഫീലാണ് വരുന്നത്. ബാക്കിൽ അത്യാവശ്യം ഇരിക്കാൻ മേല എന്നല്ല, സ്പേസ് ഭയങ്കരമായിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ബാറ്ററിയുടെ പാക്ക് ഉള്ളതുകൊണ്ടായിരിക്കണം അത് കാല് കുറച്ച് പൊങ്ങിയിരിക്കുന്നുണ്ട്. തൈ സപ്പോർട്ടും നമുക്ക് കാര്യമായിട്ട് കിട്ടുന്നില്ല. സോ ബാക്ക് സീറ്റ് അതാണ് അതിൻ്റെ റിയാലിറ്റി. ബാക്കിൽ പക്ഷേ ആ ബ്ലോവറിൻ്റെ 2 കൊടുത്തിട്ടുണ്ട്, USB ചാർജസ് നൽകിയിട്ടുണ്ട്. സെൻറ്ററിൽ നമുക്ക് വേണമെങ്കിൽ 2 പേർക്ക് ഓക്കെ ആയിട്ട് ട്രാവൽ ചെയ്യാം. കാല് പൊങ്ങിയിരിക്കും. ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് കുറച്ചൊരു പ്രശ്നമാണ്. പക്ഷേ സെൻറ്ററിൽ നമുക്ക് ഒരു കപ്പ് ഹോൾഡറും ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഈ സൺറൂഫിൻ്റെ എക്സ്റ്റൻഷൻ ഈ ഒരു ഭാഗത്ത് നിന്നിട്ടുണ്ട്. തല മുട്ടുന്നൊന്നുമില്ല. അത് ആ ഒരു സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. തല മുട്ടുന്നില്ല. പക്ഷേ ഒരു കൺജസ്റ്റഡ് ഫീല് നമുക്ക് റിയർ സീറ്റിൽ കിട്ടുന്നുണ്ട്.